ഒരു സമയത്ത് ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും ശരിക്കും എങ്ങനെയാണ് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഭയങ്കര ഒരു ചലഞ്ചാണ് അല്ലേ അഷ്കർ? പേഴ്സണൽ ലൈഫും അത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാവുന്ന സമയമാണ്. ഭയങ്കര ചലഞ്ചാണ്. കാരണം നമ്മൾ ഇത്രയും ഓടി നടന്ന് വർക്ക് ചെയ്യുമ്പം ഫാമിലി ആയിട്ട് ആദ്യം തുടക്കകാലത്ത് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ ഫാമിലി കഴിച്ചു. അപ്പം ഒരു ഫോറിനറായിരുന്നു കല്യാണം കഴിച്ചത്. പുള്ളിയും കൊണ്ട് ഞാൻ ഇന്ത്യയിൽ വന്നു. ഒരു 9 വർഷം പുള്ളിയെ ഇവിടെ താമസിപ്പിച്ചു. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനിയും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെന്ത് ചെയ്യും. അപ്പോൾ അതൊരു ചലഞ്ചായി. അപ്പോൾ സിനിമ കുറച്ച് അതെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവരിവിടെ ലോസ്റ്റ് ആകും. അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ ഒന്ന് പോയാലും കുഴപ്പമില്ല, ഇവരെ അവിടെ കൊണ്ടങ്ങ് സെറ്റിൽ. ബാബുവിനറിയാം. ബാബുവായിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു എവറി സെക്കൻഡ് തേർഡ് ഡേ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ അവരെ അവിടെ കൊണ്ട് സെറ്റിൽ ചെയ്തു, എല്ലാം ഓക്കെ ആക്കി. പിള്ളേരിച്ചിട്ട് വളർന്നു. വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ ബിഗ് ചലഞ്ച്. ഫാമിലി ആൻഡ് സിനിമ കൊണ്ടുപോകാൻ ഭയങ്കര ചലഞ്ചാണ് എല്ലായിടത്തും. അത് സിനിമയിലാകുമ്പോൾ പിന്നെ കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഒരുപാട് സുന്ദരികളായ സ്ത്രീകളുണ്ടാവുമല്ലോ. അപ്പം വൈഫിന് ചെറിയ പേടിയും ഒക്കെ ഉണ്ടാവും. വീട് നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ഇല്ലേ, അത് കണ്ടിട്ട് ഏതോ ഒരു സ്ത്രീ പറഞ്ഞു ഇങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നൊക്കെ. അതൊരു റെഡ് എന്താണ് ഒരു ഇമോജി. വെള്ളക്കാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പെണ്ണ് തന്നെ. ഞങ്ങൾക്ക് സത്യം ഞങ്ങള് ജോലി നേരെ കുടുംബത്തിൽ ചെന്നാൽ മര്യാദയ്ക്ക് വീട്ടിൽ ഞങ്ങൾക്ക് ഒരു ശല്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആരാധകരുമില്ല. വിളിച്ച് അയ്യോ നിങ്ങൾ ഭയങ്കര എന്ന് പറഞ്ഞില്ല. അല്ലല്ല അങ്ങനെയല്ല. അത് തന്നെ ഇവർക്കാണ്, ഈ ആർട്ടിസ്റ്റുകൾക്കാണ് ഭയങ്കര ഫാൻസ്. അയ്യോ നിങ്ങൾ പടം കണ്ടു, ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ബാബുവിനോട് മിക്കവാറും ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യാറുണ്ട്. പലയിടത്തും ചില ആൾക്കാർ ഞാൻ ബാബുച്ചേട്ടനെ കെട്ടാൻ നിന്നതാണ്. ഇപ്പോൾ മിനിങ്ങാന്ന് ഒരു കുട്ടി പറഞ്ഞു ഞാൻ ചെറുപ്പത്തിൽ ബാബു തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് പിടിവാശി പിടിച്ചാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആരാധകരും ഇല്ല. ഞങ്ങൾക്ക് ആൾക്കാർ വിളിച്ച് പ്രേമം പറയാറുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ടെക്നീഷ്യൻസ് ഒക്കെ ഞങ്ങളുടെ വീട് ജോലി. ഒരു സമയത്ത് യുവതികളുടെ രോമാഞ്ച കഞ്ചുകതയായിരുന്നു വിന്റേജ് ബാബുച്ചേട്ടൻ. ഞാനോ? ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. ആരാധകരുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സച്ചിനെ സച്ചിൻ എന്താണ് പ്രശ്നം? കൂടുതലുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് പറയാം. ഇപ്പൊ ഇങ്ങനെ ഒരു മൊമെന്റ് പെട്ടെന്ന് ആലോചിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരു ആരാധകൻ വന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മൂവിയുടെ ആണോ ശരിക്കും പറഞ്ഞാൽ മൂവിയിൽ തന്നെ ഞാൻ തുടങ്ങാം. കാരണം വെച്ചാൽ ഞാൻ DNA എന്ന് പറഞ്ഞ മൂവിയിൽ തന്നെ ഞാൻ നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുമ്പം ക്യാമറസ് ഓടി വന്ന് നമ്മളടുത്ത് വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചെയ്ത വർക്കിൻ്റെ കാര്യം വെച്ചിട്ട് കുറേ ഫാൻസ്, കുറേ നമ്മളുടെ വീട്ടിൽ ഒരു അംഗം പോലെ എല്ലാവരും എന്നെ കണ്ടേക്കുന്നത്. ഓടി വന്ന ചേച്ചി അല്ലെങ്കിൽ മോളെ നിന്നൊക്കെ വന്ന് ഓരോരുത്തർ വന്ന് കെട്ടിപ്പിടിച്ച് പറയുമ്പോഴും DNA കുറിച്ച് പറയുമ്പോഴും ഞങ്ങൾ DNA കാണുന്നതിനേക്കാളും കൂടെ അടുത്ത് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരാളാണെന്ന് പറയുന്നത് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് അല്ലേ. നമ്മൾ പ്രേക്ഷകരിലോട്ട് ഇറങ്ങി ഞങ്ങൾ അവരിലൊരാളാവാനാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം കിട്ടിയതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ സാർ പറഞ്ഞൊരു കാര്യം നോട്ട് ചെയ്തത്, ക്ലൈമാക്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നീ ആണോടാ എന്ന്. കാരണം വെച്ചാൽ സത്യമാണ്. ഇതിനകത്ത് ക്ലൈമാക്സിൽ ആരാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആർക്കും അധികം അറിഞ്ഞുകൂടാ. ഞങ്ങൾ തന്നെ സെറ്റിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ പറയും സത്യം പറയണം, നിന്റെ നോട്ടം കണ്ടിട്ട് നീയാണെന്ന് തോന്നുന്നല്ലോ, നീയാണോടാ അല്ലെങ്കിൽ നീയാണോടി, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ് തമാശ പറയും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് സാറിനെ കുറിച്ച്, സാറ് നേരത്തെ പറഞ്ഞ് കറക്റ്റാണ്. ഒരു ഡയറക്ടർ എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയും നമ്മളൊരു അടുത്ത് നിന്ന് നമുക്ക് ഈ പറയുന്ന കണക്ക് നമ്മൾ പറയുമല്ലോ നടന്നു പോകുന്ന കുഞ്ഞിനെ മറിഞ്ഞു വീഴുമ്പോഴത്തേക്ക് കുഞ്ഞിനെ അടിച്ചിട്ടായിരിക്കും എണ്ണിക്കുന്നതെങ്കിൽ അടുത്തതിന് എണ്ണിക്കുമ്പോൾ നടക്കാനൊരു പേടിയായിരിക്കും. ആ സ്ഥാനത്ത് സ്നേഹിച്ച് നമ്മൾ വന്ന് മോനെ എണ്ണിച്ച് നടക്കും എന്നൊക്കെ പറയുമ്പോൾ അവൻ നല്ല രീതിയിൽ. അതേപോലെയാണ് സാറ് തെറ്റ് കണ്ടാലും സാർ സ്നേഹത്തോടെ ആ സാറിൻ്റെ ഒരു ചിരിയുണ്ടല്ലോ, ആ ചിരിയോടെയാണ് നമ്മളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ചെയ്യാനും സാറിൽ നിന്ന് കുറേ പഠിക്കാനും പറ്റിയിട്ടുണ്ട്. അടുത്ത മൂവിയിലും അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്നോട് വർക്ക് ചെയ്യാൻ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്.
ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് എത്ര തെറ്റിച്ചാലും ചിരിച്ചുകൊണ്ട് മോളെ ഒന്നുകൂടെ എടുക്കാന്ന് പറയും. ഫിലിം ആവുമ്പോഴേ അവിടെ നമ്മൾ മോളെ ഒന്നെടുക്കാന്നൊക്കെ പ്രൊഡ്യൂസർ ചാടി നമ്മുടെ കൊക്കയ്ക്ക് പിടിക്കും. ഇപ്പൊ ഡിജിറ്റൽ ആയതുകൊണ്ട് മോളെ ഒരു കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ എടുക്കാം, സമയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, പഴയ പോലെ ഇത്ര ദിവസത്തിനകത്ത് തീർക്കണം എന്നൊന്നുമില്ല, ഒന്നുകൂടെ എടുക്കാം. സ്നേഹത്തിൽ അപ്പൊ വീണ്ടും കൂടുതൽ സ്നേഹത്തിൽ പോകാം, അത്രേ ഉള്ളൂ. ഫിലിം ആയിരുന്നപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ കുറെ പടം ചെയ്ത പുള്ളിയുടെ ഫിലിമില്. സാർ ഭയങ്കര പാവമാണ്. ഇന്നത്തെ ക്ലൈമാക്സ് അവസാനം ഓരോരുത്തരും ചോദിക്കുമ്പോൾ ഹന്നയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറ്റിച്ചിരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഓരോരുത്തരുടെ പേര് പറയും. അവസാനം ഹന്ന പറഞ്ഞ് നിങ്ങൾ തന്നെയെന്ന് പറഞ്ഞു. അവസാനം ഗതി കെട്ട്. അപ്പോൾ അങ്ങനെ അതുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഇതാണ്. ഇത് DNA ഒക്കെ നന്നായിട്ട് വരികയാണ്. ഇനി നമുക്ക് അങ്ങനത്തെ ടൈപ്പ് പടം ചെയ്യാൻ തോന്നും. എല്ലാവരും നല്ല റിപ്പോർട്ടാണ് വരുന്നത്. ഇനി ഒരു വേറൊരു പാറ്റേൺ ചെയ്യണം, എന്നിട്ട് വീണ്ടും നമ്മുടെ പഴയ സാധനം പുതിയ കുപ്പിയിലാക്കണം. അതാണ് അത് നമ്മുടെ മാസ്റ്റർ പീസസാണ്. ലോകേഷ് കനകരാജ്